ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വചനത്തിൽ വളരെ ആഴമേറിയ ഒരു ചിന്തകളെ നമുക്ക് കാണാൻ കഴിയും. കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, തകർന്നതുമായ ശത്രുതാപരമായ ഒരു ലോകത്ത് ദൈവത്തിന്റെ പൂർണ്ണമായ സ്നേഹം അനുകരിക്കുവാൻ നമ്മെ ഈ വേദ അധ്യായത്തിലൂടെ ക്ഷണിക്കുകയാണ്. നമ്മൾക്കറിയാം, അവിടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. ഇത് വാസ്തവത്തിൽ ദിവ്യമായ ദൈവിക സ്വഭാവത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. വാസ്തവത്തിൽ തിരുവെടുത്ത് പഠിക്കുന്ന ദൈവമക്കൾക്കറിയാം, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ വെറുക്കുക എന്നൊരു ചൊല്ല് ആ കാലഘട്ടത്തിൽ നിലനിൽക്കുമ്പോഴാണ് കർത്താവ് അതിനെ കൂടുതൽ നന്നായി എക്സ്പ്ലനേഷൻ ചെയ്യുകയാണ്. ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിങ്ങളെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവരെയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായും ശക്തമായും കർത്താവായ യേശു ക്രിസ്തു ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു ചൊല്ല് അന്ന് നിലനിൽക്കുന്നുണ്ട്. എന്താണ് ആ ചൊല്ലെന്നറിയാമോ? ശത്രുക്കളെ അല്ലെങ്കിൽ അയൽവാസികളെ സ്നേഹിച്ചുകൊണ്ട് ശത്രുക്കളെ വെറുക്കണമെന്നുള്ള ചൊല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ മാനുഷിക പാരമ്പര്യത്തെ, ഈ ദൈവിക ഉദ്ദേശത്തെ വളച്ചൊടിക്കുന്ന ഈ ആഴമേറിയ ഉദാഹരണത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇവിടെ കർത്താവ് പറയുന്നത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണമെന്നും പഠിപ്പിക്കാൻ ഇടയാകണം. ഇത് ലേവ്യ പുസ്തകത്തിൽ 19-ാം അധ്യായം 18-ാമത്തെ വചനമാണ്. മോശയിക ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ ഒന്നും ശത്രുക്കളെ വെറുക്കുന്നു എന്നൊരു വചനം കാണുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ ചിന്താഗതിക്ക് ഒരു മാറ്റം വരുത്തുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അന്നത്തെ റോമൻ കാലഘട്ടത്തിൽ റോമൻ ഭരണം നിലനിൽക്കെ അടിച്ചമർത്തൽ നന്നായി വർദ്ധിച്ചു വരുമ്പോഴും അന്നത്തുള്ള യഹൂദ ദേശീയതയ്ക്ക് കീഴിൽ ജനം അടിച്ചമർത്തപ്പെടുമ്പോഴും അയൽക്കാരൻ എന്ന ഒരു ആശയം ഇവിടെ കൊണ്ടുവരികയാണ്. സഹ യഹൂദന്മാരായ ജൂതന്മാരായ ആളുകൾ യോഗ്യരെന്നും കരുതപ്പെടുന്നവരാണെന്നും ഒക്കെ ഉൾപ്പെടുത്തുന്നതിലേക്ക് ഇവിടെ ദൈവം ഈ സമ്പ്രദായത്തെ ഇവിടെ കൊണ്ടുവരുന്നു. എന്ത്? ശത്രുക്കളെ സ്നേഹിക്കണമെന്നും അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് മാറുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുമ്പോ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഗുംറാനിലെ സൈനികൾ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. ഭയങ്കര വിശുദ്ധിയോട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അവർ സന്യാസ സമൂഹത്തിന്റെ ഒരു ഗണമായിട്ട് അവർ മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാലഘട്ടത്തിൽ ഈ കൂട്ടരായ ഗുംറാനി സൈനികൾ എന്ന് പറയുന്ന ഈ യഹൂദ ജനത വെളിച്ചത്തിന്റെ മക്കളെ സ്നേഹിക്കുകയും അപ്പോൾ തന്നെ ഇരുട്ടിന്റെ മക്കളെ വെറുക്കുകയും ചെയ്യുന്ന ഒരു നിയമം പോലും അവർ എഴുതി വെക്കാനിടയായി. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇവിടെ നിങ്ങളെ കുറിച്ച് ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ആ ചൊല്ല്? ശത്രുവിനെ വെറുക്കുക എന്നുള്ള ഈ ചൊല്ല് ഇവിടെ ഞാൻ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക? തുടച്ചു മാറ്റാൻ പോകുകയാണെന്ന് വ്യക്തമായി സംസാരിക്കാൻ യേശു കർത്താവ്. അതായത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ വെളിച്ചത്തിൽ സ്നേഹത്തെ എന്ത് ചെയ്യുന്നു? ഒന്ന് പുനർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്, ഒന്ന് പുനർനിർവചിച്ചുകൊണ്ട് ദൈവത്തിന്റെ തനതായ ന്യായപ്രമാണത്തിന്റെ കാതലിലേക്ക് മടങ്ങി വരുവാൻ യേശു ഇവിടെ ശക്തമായി തയ്യാറാകുകയാണ്. യേശു ഈ വൈകല്യം നിറഞ്ഞ, വികലത നിറഞ്ഞ ഈ നിയമത്തെ നീക്കം ചെയ്തു. ശത്രുക്കളെ വെറുക്കുക എന്നുള്ള ആ നിയമത്തെ നീക്കം ചെയ്തുകൊണ്ട്, പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ശത്രുക്കളെ സ്നേഹിക്കണമെന്നുള്ള സമ്പ്രദായം ഇവിടെ സ്ഥാപിച്ചെടുക്കുകയാണ്. പഴയ നിയമ പശ്ചാത്തലം പഠിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, ദൈവത്തിന്റെ ക്ഷമ എത്രയോ വളരെ വലുതാണ്. നിനവേ പട്ടണത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? യോനായുടെ പുസ്തകത്തിലെ 4-ാം അധ്യായം പഠിക്കണം. ആ കാലഘട്ടത്തിലെ ജനത ദൈവത്തിന്റെ നിയമത്തോട് എതിർത്ത് നിൽക്കെ, ദൈവിക പ്രമാണത്തോട് എതിർത്ത് നിൽക്കെ, ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കെ ദൈവം ക്ഷമിക്കാൻ തയ്യാറാകുന്നു. യോനായെ പറഞ്ഞു വിടുന്നു. യോന പോലും പോകാൻ മടിച്ച സമയത്ത് സ്വർഗത്തിലെ ദൈവം ചില പാഠഭാഗങ്ങൾക്കുള്ളിലൂടെ കടത്തി വിട്ടുകൊണ്ട് യോനായെ നിനവയുടെ ദേശത്ത് എന്ത് ചെയ്തു? ദൈവരാജ്യത്തിന്റെ സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, നിനവെ പട്ടണം ഒന്നടങ്കം എന്തു ചെയ്തു? ദൈവത്തിന്റെ ഭാഗത്തേക്ക് മടങ്ങി വരുവാനിടയായി. വിശുദ്ധ കരങ്ങളിൽ ഒരിക്കലും ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്.
ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നവരെയും ദൈവത്തെ വെറുക്കുന്നവരെയും ദൈവീയ പ്രമാണത്തോട് ചേർന്ന് നിൽക്കാത്തവരെയും ദൈവം ദീർഘക്ഷമ കാണിച്ച് അവരെ ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ തനതായ സ്വഭാവം ഇവിടെ വെളിപ്പെടുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതേപോലെ തന്നെയാണ് ആഹാബിന്റെ ചരിത്രം പഠിക്കണം. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 21 അധ്യായം 27 മുതൽ 29 വരെയുള്ള അഹാബിന്റെ ചരിത്രം ദൈവമക്കൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, അഹാബ് രാജാവായിരിക്കെ, ഇസ്രായേലിന്റെ രാജാവായിരിക്കെ, നാബോത്ത് എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ, നിങ്ങളവരെ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന് മുന്തിരിത്തോട്ടത്തെ അവകാശമാക്കുവാൻ ആര് തയ്യാറായി? അന്നത്തെ രാജാവാകുന്ന അഹാബ് തയ്യാറായി. എന്നാൽ നാബോത്ത് പറയുന്ന ഒരു പദമുണ്ട്, എനിക്ക് ദൈവം തന്ന മുന്തിരിത്തോട്ടം ഇത് കൈവശമാക്കുവാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി നിലകൊള്ളുവാനിടയായി. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദർശനത്തിന്റെ നടുവിൽ, ദൈവവചനത്തിന്റെ നടുവിൽ, ദൈവകൃപയുടെ നടുവിൽ, ദൈവിക അഭിഷേകത്തിന്റെ നടുവിൽ ആരൊക്കെ എതിരായി നിന്നാലും നാം വിളിച്ചു പറയണം, എന്റെ ദൈവം തന്നിരിക്കുന്ന ദർശനത്തെ, എന്റെ ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തെ, എന്റെ ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാടിന് ഇല്ലാതാക്കുവാൻ ഈ ലോകത്തില് ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് നാബോത്തിനെ പോലെ പറയുവാൻ നമുക്ക് കഴിയണം. സ്വർഗത്തിലെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം ഇതാണ്. ആഹാബ് എന്ത് ചെയ്തെന്നറിയാമോ? ആ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ കൈവശപ്പെടുത്തുവാനിടയായി. അതിന് തന്റെ ഭാര്യയാകുന്ന യിസബേൽ വളരെയധികം പ്രോത്സാഹനം നൽകുവാനിടയായി. എന്നാൽ സ്വർഗത്തിലെ ദൈവം അടങ്ങിയിരുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, തിശ്ബ്യനായ ഏലിയാവിനെ ദൈവം അങ്ങോട്ട് അയക്കുകയാണ്. ഏലിയാവ് വന്ന് ആഹാബിന്റെ മേലുള്ള ന്യായവിധി വെളിപ്പെടുത്താനിടയായി. ന്യായവിധി വെളിപ്പെടുത്തിയപ്പോൾ എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ! യഹോവയ്ക്ക് അനിഷ്ടമായതൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ ദൈവത്തിന്റെ ആത്മാവ് ന്യായവിധിയുടെ കരം നീട്ടാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ആഹാബ് തങ്ങളുടെ വസ്ത്രം കീറി തന്റെ ദേഹം പറ്റ രട്ടുടുത്തുകൊണ്ട് ഉപസിപ്പാനിടയായി. പ്രിയമുള്ള ദൈവമക്കളെ, മനസ്സിലാക്കുക, രട്ടിൽ തന്നെ കിടക്കുകയും അപ്പോൾ തന്നെ സാവധാനമായി മാനസാന്തരപ്പെടാൻ തയ്യാറാകുകയും ചെയ്തപ്പോൾ സ്വർഗത്തിലെ തമ്പുരാൻ പറയുന്നു, തിശ്ബ്യനായ ഏലിയാവ്, ദൈവത്തിന്റെ ദാസ, നീ ആഹാബിന്റെ അടുക്ക ചെന്ന് പറ, അവൻ എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടോ? അവൻ തന്നെത്താനെ താഴ്ത്തിയത് കൊണ്ട് അവന്റെ കാലത്ത്, അവന്റെ ജീവകാലത്ത് എന്ത് ചെയ്യരുത്? അനർത്ഥം വരുത്തരുത്. അവന്റെ മകന്റെ കാലത്ത്, മകന്റെ ഭവനത്തിനകത്ത് നീ അനർത്ഥം വരുത്തിക്കൊള്ളുക. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. പക്ഷെ ക്ഷമിക്കുവാൻ ദൈവം നമ്മുടെ മധ്യത്തിൽ തയ്യാറാണ്. എപ്പോഴാണെന്നറിയാമോ? അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ, ഏറ്റുപറച്ചിലോടെ തങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ ഏത് ശത്രുവിനെയും ദൈവമുമ്പാകെ നീതീകരിക്കുവാൻ ഇന്നും നീതിമാനായ ഒരു ദൈവമുണ്ട് എന്ന് ഈ ആഹാബിന്റെ ജീവിതത്തിലൂടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു പാഠമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ഇനിയും താഴുവാനുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്യണമെന്ന് ഈ ദൈവീയ സന്ദേശം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രത്തോളം ദൈവം മുമ്പാകെ താഴാൻ തയ്യാറാണോ അത്രത്തോളം ദൈവത്തിന്റെ ദീർഘക്ഷമ നമ്മുടെ മേൽ വെളിപ്പെടുമെന്ന് ഈ വചനം വ്യക്തമാക്കിയാണ്. അപ്പം ദൈവം സ്നേഹവാനാണെന്നും ശത്രുക്കളെ സ്നേഹിക്കണമെന്നുമുള്ള ഈ സുവിശേഷ ഭാഗത്തിന്റെ മാർമിക വശം ഇവിടെ പഴയ നിയമത്തിൽ ഒന്നൊന്നായി തെളിവായി വെളിപ്പെടുകയാണ്. നിങ്ങൾക്കറിയാമോ, രാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യ ദൈവം രൂപാന്തരപ്പെടുത്തുന്നത്? അതുപോലെ തന്നെ രൂത്ത് എന്ന് പറയുന്ന മോവാബ്യ സ്ത്രീയെ ദൈവം ചേർത്ത് നിർത്തുന്നത്? ഇവരൊക്കെ ദൈവത്തിന്റെ ഗോത്രത്തിൽ നിന്ന്, ദൈവത്തിന്റെ വംശത്തിൽ നിന്ന്, ദൈവ ജനത്തിന്റെ നടുവിൽ നിന്ന് എത്രയോ ദൂരമാറി അന്യജാതിക്കാരായ സ്ത്രീകളാണ്. രാഹബും എന്ന ഈ വേശ്യയും രൂത്ത് എന്ന് പറയുന്ന ഈ മോവാബ്യ സ്ത്രീയും. എന്നാൽ അന്യജാതിക്കാരായ, ദൈവത്തിൽ നിന്നും ചേർത്തെടുത്താൻ പറ്റാത്ത, മാറി നിൽക്കുന്ന അന്യരായ ഈ ആളുകളെ ചേർത്ത് നിർത്തിയത് പോലും ഇവരുടെ ജീവിതത്തിലുള്ള അനുതാപമാണ്, ദൈവിക വിശ്വാസമാണ്, ദൈവത്തോട് ചേർന്നുള്ള സഹവാസമാണ് ഈ രാഹബിനെയും ദൈവത്തിന്റെ ഗണത്തിനകത്ത് ഉൾപ്പെടുത്തുവാനിടയായത്, രൂത്തിനെയും ചേർത്ത് നിർത്തുവാനിടയായത് എന്നിവിടെ
വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി യേശു ഈ കാലഘട്ടത്തിൽ നമ്മളോട് ഊന്നൽ നൽകുന്നത് എന്താണെന്ന് അറിയാമോ? ശത്രുക്കളോട് സജീവമായ സൽസ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ദൈവം ഇവിടെ കൽപ്പിക്കുകയാണ്. ഹലോ, ഈ വചന പഠനത്തിൽ പിതാവിന്റെ മക്കളാകുവാനുള്ള യോഗ്യത വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിൽ ഞാനും നിങ്ങളും പങ്കാളികളാകണമെന്ന് ശക്തമായ ഒരു ഊന്നലാണ് ഇവിടെ നൽകുവാനിടയാകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ദൈവം പഠിപ്പിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചേ. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഗ്രീക്കിൽ അഗാപ്പെ എന്ന വാക്ക് കൊടുത്തുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാനുഷികമായ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുന്ന ഒരു സ്നേഹമല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ദൈവത്തോടുള്ള കടപ്പാട്, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ നിസ്തുല്യമായ സത്യസന്ധമായ സ്വാർത്ഥതയില്ലാത്ത ഈ അഗാപ്പെ എന്ന ദിവ്യ സ്നേഹം വെളിപ്പെടുന്നതെന്ന് ദൈവമക്കൾ ഗ്രഹിച്ചു കൊള്ളുവാനിടയാകണം. ഓക്കെ, അപ്പൊ ഈ അഗാപ്പയ്ക്കകത്ത് സഹിഷ്ണുത വളരെ വലുതാണ്. ഈ അഗാപ്പയ്ക്കകത്ത് പ്രതികാരമില്ല എന്ന് മനസ്സിലാക്കണം. ഈ അഗാപ്പയ്ക്കകത്ത് കീഴടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി സജീവമായി പരിശ്രമിക്കുന്ന ആത്യന്തികമായ ഒരു അഗാപ്പയുടെ പ്രവൃത്തി എന്നിലും നിങ്ങളിലും വെളിപ്പെടണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. വികാരങ്ങളിൽ ഉത്ഭവിച്ചു വരുന്ന ഒരു സ്നേഹമല്ല, ദൈവത്തെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ഒരു ചിന്തയിൽ കൊണ്ട് സകലതും ക്ഷമിച്ചും കീഴ്പ്പെട്ടും വിധേയപ്പെട്ടും ദൈവത്തോടുള്ള ഉടമ്പടിയെ നിവർത്തീകരിക്കുന്ന നിസ്തുല്യമായ സത്യസന്ധമായ സ്നേഹമാണ് ഈ യേശു ക്രിസ്തു ഇവിടെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുന്നത്. അതാണ് യേശു ക്രിസ്തു തന്നെ മാതൃക കാണിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ തിരിയുമ്പോഴും, ഒരു റോമൻ സാമ്രാജ്യ ശക്തികൾ മുഴുവൻ തിരിയുമ്പോഴും ക്രൂശിക്കിടക്കുന്ന യേശു പറയുന്ന പദം എത്രയോ ഹൃദയമാണ്. യേശു എന്താണ് പറയുന്നത്? പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്നല്ലയോ പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 23:34 അത് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ സ്റ്റീഫൻ എന്ന് പറയുന്ന ദൈവിക മനുഷ്യൻ രക്തസാക്ഷിയാകുമ്പോൾ താനും പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ചുമത്തരുതേ എന്നാണ്. ഇതാണ് വാസ്തവത്തിൽ അഗാപ്പെ എന്ന് പറയുന്നത്. നിസ്തുല്യമായ സത്യസന്ധമായ പവിത്രമായ സ്നേഹം എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണേ. ഇത് ആത്മീയ കൂട്ടായ്മയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടിരിക്കണം. ഇതൊരു ബൈബിൾ ക്ലാസ് ആയിരിക്കുമ്പോൾ തന്നെ ആത്മീയ ചൈതന്യം ഉളവാക്കുന്ന അനുഭവങ്ങളിലൂടെ വേദഗ്രന്ഥത്തിലൂടെ വിശകലനമായ ഒരു ചിന്താ വിഷയമാണ്. ഇത് വളരെ ഗ്രഹിച്ചു നിൽക്കുമ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥയും അതിന്റെ ആത്മീയ അനുഭവവും നമ്മുടെ ഹൃദയത്തെ ചലഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുന്ന ആത്മീയ നവചൈതന്യം പകരുന്ന ഈ നിസ്തുല്യമായ വചന നമ്മളെ ദൈവത്തോട് ഏകോപിപ്പിക്കുവാനിടയാകും. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങൾ കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണമേ. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് എന്ന് പറയുന്ന ദൈവിക മനുഷ്യനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. അദ്ദേഹം വാസ്തവത്തിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം തന്നെത്താൻ തന്റെ ജീവിതത്തിൽ മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുകയാണ്. നോക്കണേ, വ്യത്യാസം എന്ന വരവ്. അദ്ദേഹം ഇപ്രകാരം റോമാലേഖനം 12 20 ഇങ്ങനെ പറയുന്നു: നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ആത്യന്തികമായ ഒരു മാനസാന്തരമാണ് ഈ വിശുദ്ധ പൗലോസിലേക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഒരു കാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇന്ന് മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്നു, മറ്റുള്ളവരാൽ നിന്ന ചുമക്കുന്നു, മറ്റുള്ളവരാൽ വേദന അനുഭവിക്കുന്നു, മറ്റുള്ളവരാൽ തള്ളപ്പെടുന്നു. എങ്കിലും അതിന്റെ മധ്യത്തിൽ ഈ അഭിഷിക്തൻ വിളിച്ചു പറയുകയാണ്, റോമാലേഖനം 12:30, നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? അവന് ഭക്ഷണം കൊടുക്കുക. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കണം, അഗാപ്പെ എന്ന നിസ്തുല്യമായ സ്നേഹം ശത്രു തകരാൻ കാത്തിരിക്കത്തില്ല, ശത്രു ഇല്ലാതാകാൻ കാത്തിരിക്കത്തില്ല. ശത്രുവിനെ രൂപാന്തരപ്പെടുത്തുവാൻ, ശത്രുവിനെ നേർവഴിയിലേക്ക് കൊണ്ടുപോവാൻ അവൻ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്നേഹം എന്ന് പറയുന്നത് വൈകാരികപരമായ ഒരു സ്നേഹമല്ല പ്രിയരെ.
ഇത് സ്വമേധയുള്ളതാണ്, ഇതൊരു ആത്മീയമാണ്. ഹലോ, എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത്, ആമേൻ, ദൈവവചനം ഒരു പൊട്ടച്ചൊല്ലോ കളിവാക്കോ തമാശ രൂപേണ പറയുന്ന ഒരു വചനമല്ല. വചനം വചനമായി തന്നെ പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനും. അതുകൊണ്ട് വചനത്തെ ഒരു ഹാസ്യമായിട്ട് കാണാൻ കഴിയത്തില്ല. വചനത്തെ വചനമായി തന്നെ ഗ്രഹിക്കണം. ഇത് ഹൃദയം തുറന്ന് കേൾക്കണം, ഹൃദയം തുറന്ന് ഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ശത്രുത എന്ന ആ തിന്മയെ ഇല്ലാതാക്കുവാൻ ഇവിടെ ദൈവത്തിന്റെ സ്നേഹം സംജാതമാകുകയാണ്. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യ ഹൃദയത്തെ എന്ത് ചെയ്യുന്നു? രൂപാന്തരപ്പെടുത്തുന്നു എന്ന് ഈ തിരുവെഴുത്ത് വ്യക്തമാക്കിയാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ അനവധി വചനങ്ങളുണ്ട്. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിന്റെ 1-ാം വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളെ ശപിക്കുന്നവരെ, ഹലോ, എന്താ പറയുന്നത്? നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. ഇത് ദൈവിക വചനമല്ലയോ? അപമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറുമ്പോൾ, അതും നമ്മളോടുള്ള ജീവിതത്തിൽ വളരെ ദുഃഖകരമായി മാറുമ്പോൾ, ദൈവത്തോടുള്ള നമ്മുടെ മധ്യസ്ഥതയാൽ, പ്രാർത്ഥനയാൽ ആ അപമാനങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, സൗമ്യമായ ഉത്തരം കോപത്തെ അകറ്റുന്നു. എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞാണ്ട്, സൗമ്യമായ ഉത്തരം കോപത്തെ അകറ്റുന്നു. ഒരിക്കൽ കൂടെ എന്നോട് ചേർന്ന് പറഞ്ഞാണ്ട്, സൗമ്യമായ ഉത്തരം കോപത്തെ അകറ്റുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ വെറുക്കുന്നവരോട് നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സുവിശേഷമാണ് നമ്മൾ ഏറ്റുവാങ്ങുന്ന സുവിശേഷം. ഇവിടെ പ്രവൃത്തിയാൽ പ്രതികരിക്കുകയാണ്. ദ്രോഹത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? കരുണ വെളിപ്പെടുത്തുന്നു. അതല്ലയോ നല്ല ശമര്യക്കാരൻ കാണിച്ചു കൊടുത്തത്? ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം പഠിക്കണം. പുരോഹിതൻ വന്നു, ലേവ്യൻ വന്നു, ഇങ്ങനെ ഒരുപാട് പേര് വഴിത്തലയ്ക്കൽ മുറിവേറ്റവനെ കണ്ടിട്ടും കാണാത്ത പോലെ മടങ്ങിപ്പോകുമ്പോൾ, നല്ല ശമര്യക്കാരൻ അവനെ കാണുക മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ നഷ്ടം നേരിട്ടാലും ആ മനുഷ്യനെ സ്നേഹിച്ച് അവനെ തോളിലെത്തി നല്ല വേണ്ട ശുശ്രൂഷ നൽകിയ, അവന്റെ മുറിവ് കെട്ടിയ, മുറിവ് ഉണക്കിയ ആ നല്ല ശമര്യക്കാരന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഇതിൽ നിന്ന് എന്താണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്? പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശത്രുക്കളേക്ക് വേണ്ടി ആഹാരം കൊടുക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് മാറുക. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയുടെ പ്രതിഫലനം വെളിപ്പെടുത്തണം. പ്രാർത്ഥനയുടെ പ്രതിഫലം എന്താണ്? രക്ഷയാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട്, പ്രാർത്ഥനയ്ക്ക് എന്താണ് നമുക്ക് കൊടുക്കാനുള്ള പ്രതിഫലം? രക്ഷപ്പെടണം മറ്റുള്ളവർ. പ്രാർത്ഥനയ്ക്കുള്ള നമ്മുടെ പ്രതിഫലം എന്താണ്? മറ്റുള്ളവർക്ക് പരിവർത്തനം ഉണ്ടാകണം. ഹലോ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ വേദഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് നാം ദൈവത്തിന്റെ മക്കളാകണമെന്നാണ്. വാക്യം 45-ാം വചനം ഒന്ന് വായിക്കാമോ? നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് പറയുന്നത്? പിതാവിന്റെ മക്കളാകണം. ഈ മക്കൾ എന്നുള്ള പദവി, പുത്രത്വം എന്നുള്ള പദവി, പുത്രി പുത്രന്മാരെന്നുള്ള പദവി, അത് ദൈവത്താൽ അവകാശപ്പെടണം. ദൈവത്താലുള്ള അനുഗ്രഹമാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് പുത്രത്വം നേടുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അത് വെളിപ്പെടുത്തണം. എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് യേശു കർത്താവ് അതിന്റെ അടുത്ത സെന്റൻസ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ദുഷ്ടന്മാരുടെ മേലും, യേശു കർത്താവ് എന്താണ് പറയുന്നത്? ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം തിരഞ്ഞെടുക്കലല്ല എന്നിവിടെ വ്യക്തമാക്കിയാണ്. ഇതൊരു പൊതുകൃപയാണ്. ഇത് എല്ലാവരുടെ മേലും വ്യാപരിക്കുന്ന കൃപയാണ്. ഇത് നീതിമാന്മാരുടെയും അന്യായം പ്രവർത്തിക്കുന്നവരുടെ മേലും മഴ പെയ്ക്കുന്ന ഒരു കൃപയാണ്. ദൈവത്തിന്റെ ദയ എല്ലാ ആളുകളിലേക്കും എത്തുന്നു എന്നുള്ളതാണ്. ഒരു സാർവത്രികമായ ഒരു ഔദാര്യത്തെയാണ് പ്രിയമുള്ളവരെ ഇവിടെ ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ യോഗ്യതയെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് ദൈവത്തിന്റെ സ്വഭാവം ഇവിടെ അടിസ്ഥാനമാക്കിയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഇന്നല്ല നാളെ നമ്മൾ ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്.
നമുക്ക് അയൽവാസികൾ ഇന്നുണ്ട്, നമുക്ക് മാതാപിതാക്കൾ ഇന്നുണ്ട്, നമുക്ക് മക്കൾ ഇന്നുണ്ട്, നമ്മുടെ സഹപാഠികൾ ഇന്നുണ്ട്, നമ്മുടെ ചാർച്ചക്കാർ ബന്ധുമിത്രാദികൾ ഇന്നുണ്ട്. ഇതെല്ലാം ഇന്നുള്ള ലോകത്തുള്ള നമ്മുടെ ആളുകളാണ്. എന്നാൽ ദൈവം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ദൈവത്തോടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ധാർമ്മികത എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവത്തിൽ വളരുക എന്നുള്ളത് അത്യന്തപരമായ ആവശ്യമാണെന്ന് ഈ ഗ്രന്ഥം വെളിപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ അനുകരിക്കുന്നു എന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ, നമ്മളിൽ നിന്നും അകന്നു മാറിയവരെ ചേർത്ത് നിർത്തുക എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ, ഇതെല്ലാം ക്രിസ്തുവിനെ സേവിക്കുന്നു, ക്രിസ്തുവിന്റെ അനുകാരികളായി മാറുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ രാജ്യത്തിന്റെ സ്വഭാവമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ഈ സുവിശേഷ ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവരാജ്യത്തിന്റെ വളർച്ചയുടെ ചിന്തകളാണ് നാം ചിന്തിക്കുന്നത്. സ്വർഗരാജ്യം എങ്ങനെയായിരിക്കുന്നു അതേപോലെ ഭൂമിയിലാകണം. ഭൂമിയിലുള്ള ദൈവത്തിന്റെ രാജ്യത്തിന്റെ വളർച്ചയുടെ ഭാതൃഭൂതരായി നമ്മൾ മാറണം. ഹലോ, ഇവിടെ ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മളിലൂടെയാണ് വളരേണ്ടത്. ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലാണ് വെളിപ്പെടേണ്ടതെന്ന് ഈ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം വ്യക്തമായി തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. വിശുദ്ധ ഗ്രന്ഥം പഠിച്ചു നോക്കുക. അന്നത്തെ കാലത്ത് നികുതി പിരിക്കാർ ധാരാളമായിട്ടുണ്ട്. അന്നത്തെ കാലത്ത് രാജ്യദ്രോഹികൾ ധാരാളമായിട്ടുണ്ട്. അന്നത്തെ കാലത്ത് പിടിച്ചു പറിക്കാർ ധാരാളമായിട്ടുണ്ട്. പക്ഷെ അവരെ എല്ലാം ദൈവം സ്നേഹിച്ചു എന്നുള്ളതാണ്. ഒരു സക്കായി എന്ന നികുതി പിരിവുകാരനെ ദൈവം സ്നേഹിച്ചു. രാജ്യദ്രോഹികളായി അനേകരെ ദൈവം സ്നേഹിച്ചു. പിടിച്ചു പറിക്കാരായി അനേകരെ ദൈവം സ്നേഹിച്ചു. നമ്മളാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അവർ കൊള്ളില്ല, അവരെ ചേർത്ത് നിർത്താൻ പറ്റത്തില്ല, അവർ ഉപദ്രവകാരിയാണ്, അവർ ദോഷം പ്രവർത്തിക്കുന്നവരാണ്, അവരുടെ ഇടയിലേക്ക് പോകരുത് എന്നാണ് നമ്മുടെ മനസ്സ് പറയുമ്പോൾ, നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു സത്യം ഇതാണ്: നമ്മളെ ദോഷം ചെയ്യുന്നു എന്ന് വിധി എഴുതുമ്പോൾ തന്നെ നമ്മളെ ദോഷം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഒരു ഗ്രഹാം സ്റ്റെയിൽസ് മരണപ്പെടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമാണ്. പക്ഷെ അദ്ദേഹത്തിന് ലഭിക്കുന്ന പദവി എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയാണ്. അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങളും മരണപ്പെടുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമാണെങ്കിലും അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വർഗരാജ്യത്തിലെ സ്വർഗീയ പദവികളിൽ ഏറ്റവും ഉന്നതമായ പദവികളാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്നേഹിച്ചില്ല, അദ്ദേഹത്തിന്റെ പ്രാണനെ സ്നേഹിച്ചില്ല. 100 കണക്കിന് ആളുകൾ ജയിലിനകത്ത് കിടപ്പുണ്ട്, ദൈവത്തിന്റെ അഭിഷിക്തന്മാർ. എന്നാൽ പത്രമാധ്യമങ്ങൾ ആരും ഇത് വെളിപ്പെടുത്തുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പാർക്കുന്ന ദേശത്ത് പോലും 4 ദൈവദാസന്മാർ ജയിലിലാണ്. പക്ഷെ അവര് ദൈവത്തിന്റെ സഹായത്തോടു കൂടി അവർ പുറത്തു വന്നു. അതുകൊണ്ട് ഏത് നിമിഷവും നമ്മൾ ഇന്നല്ലേ നാളെ രാജ്യദ്രോഹികളായി മാറുന്ന ജനത്തിനിടയിലേക്ക് മാറും. പിടിച്ചു പറിക്കാരുടെ കയ്യിലേക്ക് അകപ്പെടും, ഉപദ്രവിക്കുന്നവരുടെ കയ്യിലേക്ക് അകപ്പെടും. പക്ഷെ അത് കണ്ട് ഭയപ്പെടരുത്. നമ്മൾ നെഞ്ചുറപ്പുള്ളവരായി, ചങ്കൂറ്റമുള്ളവരായി ദൈവത്തെ കാണാൻ കഴിയണം. ദൈവമാണ് നമ്മുടെ നിഴൽ എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിന്റെ നിഴലിലാണ്, ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ്. ദൈവം നമുക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരെ നാം ജീവിക്കും. ദൈവം ഒരു ദോഷവും നമുക്ക് വരുത്തത്തില്ല. ദൈവത്തിന്റെ സമയം വരെ ഏതു മനുഷ്യനും ജീവിച്ചേ മതിയാകുള്ളൂ. അപ്പോസ്തലന്മാർ 12 പേരും മരണപ്പെട്ടു എങ്കിലും യോഹന്നാൻ എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യനെ ദൈവം കുറച്ചു നാളുകൂടെ ജീവിക്കാൻ അവകാശം കൊടുത്തു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുവാൻ, വെളിപ്പാട് അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുവാൻ കുറച്ചുകൂടെ വർഷങ്ങൾ ജീവിക്കുവാൻ അവകാശം കൊടുത്തു. അപ്പൊ നമ്മളെ കുറിച്ച് ദൈവത്തിന് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുവരെ ജീവിക്കുവാൻ ദൈവം സമയം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വിശുദ്ധക്കാരങ്ങൾ ഒരു ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം നമ്മളെ വിളിക്കുന്ന വിളി പൂർണ്ണതയിലേക്കുള്ള വിളിയാണ്. ദൈവം നമ്മളെ വിളിക്കുന്ന വിളി എന്താണ്?
എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട്, പൂർണ്ണതയിലേക്കുള്ള വിളിയാണ്. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരാകുവി. ഇത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകും? ഇതൊരു ക്ലൈമാക്സിലേക്ക് കടന്നു വരികയാണ്. ഇതിന് ടെലിയോസ് എന്ന ഗ്രീക്ക് പദമാണ് കൊടുക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്വഭാവത്തെ ഇവിടെ സ്ഥിരമായി പ്രതിഫലിപ്പിക്കുകയാണ്. പക്വതയുള്ള, പൂർണ്ണതയുള്ള ഒരു സ്വഭാവം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സ്വർഗത്തിലെ പിതാവ് എങ്ങനെ പൂർണ്ണനായിരിക്കുന്നുവോ അതുപോലെ പൂർണ്ണരായിരിക്കുന്ന ഒരു ക്ലൈമാക്സിലേക്ക് ഒരു ദൈവ വൈതലിനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 2-ാം വചനം പറയുന്നത് പോലെ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവീ. കൊലോസ്യർ 1-ാം അധ്യായം 28-ാം വചനം പറയുന്നത് പോലെ, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ പൂർണ്ണനായി നിർത്തേണ്ടതിന്. യാക്കോബ് 1:4 പറയുന്നത് പോലെ, നിങ്ങൾ പക്വതയും പൂർണ്ണതയും ഉള്ളവരാകേണ്ടതിന്. സ്ഥിരോത്സാഹം അതിന്റെ പ്രവൃത്തി പൂർത്തിയാകട്ടെ. അപ്പോൾ യേശു ഒരു പുതിയ മനുഷ്യത്വത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ, യേശു എന്ത് ചെയ്യാണ്? ഒരു പുതിയ മനുഷ്യത്വത്തെ രൂപപ്പെടുത്തുകയാണ്. ആമേൻ. ശത്രുതയുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ദൈവത്തിന്റെ പക്വമായ സ്നേഹത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കളെ, നാം സഭയിൽ ക്രിസ്തുവിന്റെ ശരീരമെന്ന് വെളിപ്പെടുത്തിക്കൊള്ളുക. ഹല്ലേലൂയ. സമൂലമായ ഒരു മാറ്റം നമുക്കുണ്ടാകണം. നമ്മളിൽ വംശീയമായ ശക്തികൾ കടന്നു വരരുത്, രാഷ്ട്രീയ ശക്തികൾ കടന്നു വരരുത്. ഈ ലോകത്തിലെ സിദ്ധാന്തപരമായ ഭിന്നതകളുമായ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കടന്നു വരരുത്. പിളർപ്പുകൾ ഉണ്ടാക്കുന്ന, വഞ്ചന ഉണ്ടാക്കുന്ന, ചതിവിലേക്ക് നയിക്കുന്ന ശക്തികളൊന്നും നമ്മളിൽ പ്രവേശിക്കരുത്. നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ പ്രദർശനമായി മാറണം, ക്രിസ്തുവിന്റെ പത്രങ്ങളായി മാറണം, ക്രിസ്തുവിന്റെ നീതി സൂര്യനെ പോലെ വിളങ്ങുന്ന ശോഭയുള്ള കിരീടങ്ങളായി മാറണം. നാം ക്രിസ്തുവിൽ പുതിയ രൂപാന്തരമുള്ള ഒരു മനുഷ്യത്വമായി മാറണം. കാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, നൈജീരിയയിൽ 100 കണക്കിന് ആളുകളാണ് ദിനംതോറും രക്തസാക്ഷികളായി മാറുന്നത്. ചൈനയിലൊക്കെ നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് ബൈബിൾ പ്രതി അവിടെ വിൽക്കുവാൻ കഴിയാതെ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ചൈനയിൽ പല സ്ഥലങ്ങളിലും ശക്തമായി ക്രിസ്തീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴുള്ള ന്യൂസ് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. UK-യിൽ, ഇന്ത്യയിൽ നിന്നും മറ്റു പല ഭാഗത്തു നിന്നും ഒരുപാട് അഭയാർത്ഥികൾ, മുസ്ലിം സമൂഹം എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം ജനം ശക്തമായി അവരുടെ അവകാശത്തിന് വേണ്ടി വാദിക്കുന്നു. ജർമ്മൻ പോലെ രാജ്യത്ത് അഭയാർത്ഥികൾ കടന്നു വന്ന് ഒരുപാട് പേർ തങ്ങളുടെ അവകാശത്തെ ഉയർത്തിപ്പിടിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ കർത്താവിന്റെ വരവാസന്നമായിരിക്കുന്നു. യൂറോപ്യൻ പോലെ രാജ്യം ക്രൈസ്തവ രാജ്യം, ക്രിസ്തീയ രാജ്യമെന്ന് അഭിമാനം കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് അവിടെയുള്ള ആളുകൾക്ക് ദൈവിക ദർശനം നഷ്ടപ്പെട്ടത് കൊണ്ടും രാജ്യത്തിലെ ഭരണകൂടങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ കൊണ്ടും സംഭവിച്ചത് എന്തെന്നറിയാമോ? ഒരുപാട് ശത്രുക്കൾ പെരുകുവാനിടയായി. ഒരുപാട്. ഇന്ത്യയിൽ ദൈവജനം ശക്തമായി നിൽക്കാത്തത് കൊണ്ട് ഇന്ന് ഇന്ത്യയിലും ഒരുപാട് ശത്രുക്കൾ വർദ്ധിച്ചു വരുവാനിടയായി. ക്രൈസ്തവ സമൂഹത്തിന് ഇന്ന് സ്ഥാനമില്ലാതെയായി മാറി. ലോകത്ത് മുൻപന്തിയിൽ നിന്ന ക്രൈസ്തവ സമൂഹം ഇന്ന് പിന്നോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മുസ്ലിം സമൂഹം മുന്നിലേക്ക് കടന്നു വരുന്നു. ഇത് ആരറിയുന്നു? ആന്തരികമായി, അടിസ്ഥാനപരമായി നാം തിരിച്ചറിയേണ്ടുന്ന ഒരു സത്യം ഇതാണ്: ശത്രുക്കൾ വർദ്ധിച്ചു വരികയാണ്. സമൂഹത്തിൽ ശത്രുക്കൾ പെരുകുന്നു, കൂട്ടുകുടുംബത്തിൽ ശത്രുക്കൾ പെരുകുന്നു, സഭാതലങ്ങളിൽ ശത്രുക്കൾ പെരുകുന്നു, സഭയ്ക്കകത്ത് ആത്മീയം നഷ്ടപ്പെടുകയാണ്. വിശ്വാസ ഗോളത്തിൽ ഛിന്ന ഭിന്നമായ അവസ്ഥകൾ പെരുകുന്നു. സകല ജനവും സ്വാർത്ഥതയിലേക്ക് മാറുന്നു. സകല ജനതയും അന്ധതയിലേക്ക് നീങ്ങുന്നു. ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ക്രിസ്തുവിലുള്ള ദർശനത്തിൽ സ്ഥിരതയില്ലാതെയായി പോകുന്നു. എവിടെയൊക്കെ അകത്തളത്ത് പണം കയറി വന്നു, എവിടെയോ അകത്തളത്ത് ലോകമോഹങ്ങൾ സ്ഥാപിതമായി, എവിടെയോ അകത്തളത്ത് ശത്രുതയുടെ സകല വിത്തുകളും വളർന്നു വരുന്നു. അതുകൊണ്ട് ദൈവിക ക്ഷമ നഷ്ടപ്പെട്ടു. സകല ശക്തി ഇല്ലാതെ പോയി, കരുണ ഇല്ലാതെ പോയി, വൈരാഗ്യം മാത്രം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് വെറുപ്പിനെ പുറത്താക്കാൻ പറ്റത്തില്ല.
വെറുപ്പിനെ പുറത്താക്കണമെങ്കിൽ ഇവിടെ ദൈവസ്നേഹം ഉള്ളിൽ വരണം, ദൈവിക ക്ഷമ ഉള്ളിൽ വരണം, ദൈവിക കരുണ ഉള്ളിൽ വരണം. അതാണ് യേശു ക്രിസ്തു ഇവിടെ വിളിച്ചു പറയുന്നത്. നിന്റെ പിതാവ് സർവശക്തനായ ദൈവം സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നാമും സൽഗുണപൂർണരാകണം. ഒരു പെർഫെക്റ്റ് ലൈഫിലേക്ക് മടങ്ങി വരണം, പൂർണ്ണമായ മാനസാന്തരത്തിലേക്ക് മടങ്ങി വരണം. വിശുദ്ധ കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ഹൃദയം തുറന്നുള്ള ഒരു ക്ഷമയിലേക്ക്, സകല ശക്തിയിലേക്ക്, ദീർഘക്ഷമയിലേക്ക് മാറുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിലുള്ള സകല ശത്രുക്കളും മുട്ടുമടങ്ങുവാൻ ഇടയാകും. പക്ഷേ ഇന്ന് ശത്രുക്കൾ മുട്ടുമടങ്ങത്തില്ല. അവർ തങ്ങളുടെ അവകാശങ്ങളുമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് വിരോധമായി നിലകൊള്ളുകയാണ്, ക്രൈസ്തവ രാജ്യത്തിന് വിരോധമായി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, ശത്രുക്കൾ വർദ്ധിച്ചു വരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ അടിസ്ഥാനമായ ക്രിസ്തീയ വിശ്വാസം ദൈവജനത്തിൽ നിന്നും അന്യപ്പെട്ടുപോയി. അടിസ്ഥാനമായ ദൈവിക സ്വഭാവങ്ങൾ, ദൈവിക മൂല്യങ്ങൾ ആളുകളിൽ നിന്നും നഷ്ടമായി പോയി. എങ്ങനെ തിരികെ പിടിക്കാൻ കഴിയും? എങ്ങനെ തിരിച്ചു പിടിക്കാൻ കഴിയും? കുടുംബത്തിൽ പോലും കലഹമല്ലയോ സംഭവിക്കുന്നത്? സഭകളിൽ പോലും ചേർച്ചയില്ലല്ലോ സ്വഭാവത്തിന്. വർദ്ധിച്ചു വരുന്ന വൈരാഗ്യമല്ലയോ എവിടെ കണ്ടുവരുന്നത്? അതുകൊണ്ട് ക്രിസ്തീയ ദർശനത്തിന് മങ്ങൽ സംഭവിച്ചപ്പോൾ മടങ്ങി വരണമെന്ന് ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. മനസ്സാന്തരം ആവശ്യമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ അതിപ്രധാനമായ ശക്തവും വ്യക്തവുമായ ചിത്രം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നിന്നെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീ, നിന്റെ ശത്രുക്കൾക്ക് അപ്പം കൊടുക്കുവീ, ശത്രുക്കളെ സ്നേഹിപ്പീ. ഇവിടെ ആന്തരികമായ ഒരു കാഴ്ചപ്പാടിലൊക്കെ മനുഷ്യൻ മാറണം. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കിൽ ഇവിടെ പ്രസംഗിക്കാൻ, ഒരിക്കലും വെറുപ്പ് കൊണ്ട് പുറത്താക്കാൻ കഴിയുകയില്ല. സ്നേഹത്തിന് മാത്രമേ നമ്മളിലുള്ള വെറുപ്പിനെ പുറത്താക്കാൻ കഴിയുകയുള്ളൂ. എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, സ്നേഹത്തിന് മാത്രമേ നമ്മളിലുള്ള വെറുപ്പിനെ പുറത്താക്കാൻ കഴിയുള്ളൂ. നമ്മളിലുള്ള വെറുപ്പ് പുറത്തായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഐക്യത ഉണ്ടാകും. നമ്മളിലുള്ള വെറുപ്പിനെ പുറത്താക്കി കളഞ്ഞാൽ നമ്മുടെ സഭയിൽ ഐക്യത ഉണ്ടാകും. നമ്മുടെ ഉള്ളിലെ വെറുപ്പിനെ പുറത്താക്കി കളഞ്ഞാൽ നമ്മുടെ ദേശത്ത് ഐക്യത ഉണ്ടാകും. ഇന്ന് പകൽ ഈ രാത്രിയിൽ ക്രിസ്തുവിൽ ദൈവവചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവിന്റെ വചനം വിളിച്ചു പറയുന്നു, നാം പിതാവിന്റെ മക്കളെന്ന് വിളിക്കപ്പെടണം, ദൈവത്തിന്റെ പുത്രിപുത്രന്മാരെന്ന് വിളിക്കപ്പെടണം, ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് മടങ്ങി വരണം. യേശു ക്രിസ്തു നിമിത്തം നമ്മളിലുള്ള യഥാർത്ഥ മനുഷ്യത്വം വെളിപ്പെടണം. അതിന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും.